യാതൊരു കാരണവശാലും ഇനി BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കൊപ്പം പോകില്ല. അതിലും ഭേദം മരണമാണെന്ന് പറഞ്ഞയാളാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. 2023 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിലായിരുന്നു നിതീഷ് കുമാറിന്റെ വൈകാരികമായ ഈ പരാമർശം. എന്നാൽ ഇത് പറഞ്ഞ് കൃത്യം ഒരു വർഷം തികയാൻ ദിവസങ്ങൾ ശേഷിക്കെ ഓന്ത് നിറം മാറുന്നതിനേക്കാൾ കിടിലമായി നിതീഷ് അതിന്റെ തനിനിറം കാണിച്ചു. 2024 ജനുവരി 28 ബീഹാർ രാജ്ഭവനിലെത്തിയ നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് നൽകുന്നു. ശേഷം നേരെ NDAയുടെ ഓഫീസിലേക്ക്. മണിക്കൂറുകൾക്കപ്പുറം BJPയുടെ കൈപിടിച്ച് മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ. ദേശീയ രാഷ്ട്രീയത്തിലെ മലക്കം മറിച്ചിലുകളുടെ രാജാവ് വീണ്ടും പുത്തനൊരു അധ്യായം എഴുതിയിരിക്കുകയാണ്. കൂറുമാറ്റത്തിന്റെ 19ാം അധ്യായം. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത് ആദ്യത്തേതുമല്ല, രണ്ടാമത്തേതുമല്ല, അവസാനത്തേതുമല്ല. നിതീഷ് പല കുറി പയറ്റി തെളിഞ്ഞതാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ. 18 മാസത്തിനുള്ളിൽ തന്നെ നിതീഷ് കുമാറിന്റെ രണ്ടാമത്തെ സുപ്രധാന രാഷ്ട്രീയ വഴിത്തിരിവാണിത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ 4ാമത്തേതും. നിതീഷ് കുമാർ ഓന്തിനെ പോലെ നിറം മാറുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം. BJPയുമായുള്ള കൂടിച്ചേരലും പിരിയലും കണക്കിലെടുത്താൽ നിതീഷിന്റെ പേര് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ പോലും സാധ്യതയുണ്ടെന്നും പരിഹാസങ്ങളേറുന്നു. 9ാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന നിതീഷ് വസ്ത്രം മാറുന്ന ലാഘവത്തോടെയാണ് മുന്നണികൾ മാറി മാറി അധികാരം ഉറപ്പിക്കുന്നത്. 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ അവസരവാദിയെന്നും പാൽത്തൂറാം, അതായത് നിലപാടില്ലാത്ത നേതാവെന്നും ഉൾപ്പെടെ നിരവധി വിളിപ്പേരുകളുണ്ട് നിതീഷിന്. അതേസമയം അഴിമതിയും സ്വജനപക്ഷപാതവും ദുർഭരണവും ഇല്ലാത്ത മതഭൂരിപക്ഷവാദത്തോട് വഴങ്ങാത്ത നിതീഷ് കുമാറിനെ ആരാധിക്കുന്നവരും ഏറെയാണ്. ഇത്തവണ പക്ഷെ നിതീഷിനെ വീണ്ടും NDAയിലേക്ക് എടുക്കുന്നതിനെതിരെ മുന്നണിയിൽ തന്നെ നിരവധി മുറുമുറുപ്പുകളുണ്ട്. പറഞ്ഞു വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് നിതീഷ് കുമാർ. പക്ഷെ ഏത് സാഹചര്യത്തിലും അധികാരം കൈവിടാതെ കാക്കുന്ന നിതീഷിന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ദേശീയ രാഷ്ട്രീയത്തിൽ വേറൊന്ന് കാണാനാവില്ല. ആക്ച്വലി അതിനു മുന്നിലാണ് മാറി മാറി വരുന്ന രാഷ്ട്രീയ എതിരാളികൾ മുട്ടുമടക്കുന്നതും. 1974 സോഷ്യലിസ്റ്റ് ആചാര്യനായ ജയപ്രകാശ് നാരായണിൽ നിന്നും രാഷ്ട്രീയം തുടങ്ങിയ നിതീഷ് കുമാർ 1985 ആദ്യമായി MLA ആയി. പാർലമെന്റിലേക്ക് കാലെടുത്ത് കുത്തിയത് 1989. 1996 NDA മുന്നണിയുമായി കൈകോർത്തു. വാജ്പേയി സർക്കാരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയും കൃഷിമന്ത്രിയുമായി. ലാലു പ്രസാദ് യാദവിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ 2000 നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി മാറി. എന്നാൽ ഫ്ലോർ ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെ 7 ദിവസം നീണ്ടുനിന്ന മുഖ്യമന്ത്രി കസേര വിട്ടൊഴിഞ്ഞ് വീണ്ടും ഡൽഹിയിലേക്ക് വണ്ടി കയറി. വീണ്ടും കേന്ദ്ര കൃഷിമന്ത്രിയായി. തൊട്ടടുത്ത വർഷം കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി. 2004 നിതീഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിച്ചത്. 1 ജയിച്ചു. 2005 വീണ്ടും ബീഹാറിലേക്ക് കളം മാറ്റി ചവിട്ടി. BJPയുമായി ചേർന്ന് 2005 വീണ്ടും മുഖ്യമന്ത്രി. പിന്നീട് ഇങ്ങോട്ട് ആ കസേരയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ രാഷ്ട്രീയത്തിന്റെ നേരും നെറിയുമെല്ലാം പലകുറി അയാൾ കൈവിട്ടു. 2010 തെരഞ്ഞെടുപ്പ് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതാണ് നിതീഷ് കുമാറും BJPയും തമ്മിലുള്ള ഭിന്നതയുടെ തുടക്കം. മതേതര മൂല്യങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഊന്നൽ നൽകിയിരുന്ന നിതീഷ് 2013 BJPയുമായി തെറ്റിപ്പിരിഞ്ഞു. 2015 ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പിന്തുണയോടെ വിജയിച്ചു. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് തുടർന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ 2017 നിതീഷ് കുമാർ രാഷ്ട്രീയ ജീവിതത്തിൽ വീണ്ടും ഒരു യൂട്ടേൺ അടിച്ചു. തിരികെ NDAയ്ക്കൊപ്പം ചേർന്നു. 2020 തെരഞ്ഞെടുപ്പിൽ നിതീഷ് വീണ്ടും വിജയിച്ചു. അന്ന് BJP 74 സീറ്റ് നേടിയപ്പോൾ JDU 43 സീറ്റിലേക്ക് ചുരുങ്ങി. 2022 നിതീഷിന്റെ അടുത്ത യൂട്ടേൺ. തിരികെ മഹാസഖ്യത്തിനൊപ്പം. പിന്നീട് 2 വർഷത്തിലധികം നീണ്ട സഖ്യം ജനുവരി 28 അവസാനിപ്പിച്ചു. എന്നാൽ ഇത് 2 വർഷത്തിന് ശേഷം NDAയിൽ ചേർന്ന് വീണ്ടും സർക്കാർ ഉണ്ടാക്കി. 2019 NDAയ്ക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്കൊപ്പം മത്സരിച്ച നിതീഷ് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം RJDക്കൊപ്പം സർക്കാർ ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. 2022 മോദിയെ പരസ്യമായി വിമർശിച്ചാണ് നിതീഷ് കുമാർ NDA വിട്ട് മഹാസഖ്യത്തിലേക്ക് തിരിച്ചു പോകുന്നത്. RJD പിന്തുണയോടെ മുഖ്യമന്ത്രിയായി 2 വർഷം പൂർത്തിയാകും മുൻപേ വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിജയം ഉറപ്പിച്ചെന്ന പ്രചാരണം മുറുകുന്നതിനിടെയാണ് നിതീഷിന്റെ ഈ രാഷ്ട്രീയ കാലുമാറ്റം. പക്ഷെ നിതീഷിന് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല. മുൻപുള്ള സാഹചര്യങ്ങളല്ല NDAയിൽ ഇപ്പോൾ നിതീഷിനെ കാത്തിരിക്കുന്നത്. നിതീഷ് കുമാറിനെ മടുത്ത് സഖ്യം ഉപേക്ഷിച്ച ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചിയുടെ പ്രതിഷേധം ഒരു വശത്ത് കനത്ത തിരിച്ചടിയായി നിൽക്കുന്നുണ്ട്. BJP സംസ്ഥാന ഘടകത്തിലും ദേശീയ നേതൃത്വത്തിലും നിതീഷിനോട് എതിർപ്പുള്ളവരും മുറുമുറുപ്പുള്ളവരും ഇപ്പോൾ ഏറെയുണ്ട്.